ആലപ്പുഴ അരൂരിൽ നിർധന കുടുംബത്തോട് സ്വകാര്യ ബാങ്കിന്റെ ക്രൂരത. അരൂർ സ്വദേശി തങ്കരാജുവിന്റെ വീടിന്റെ പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് DCB ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചത്. എറണാകുളം മറൈൻ ഡ്രൈവ് DCB ബാങ്കിൽ നിന്നും 2022 വായ്പയെടുത്ത 6 ലക്ഷം രൂപയിൽ 1 ലക്ഷത്തിലധികം തിരിച്ചടച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടവ് മുടങ്ങുകയായിരുന്നു. പണമടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അധികൃതർ അനുവദിച്ചില്ലെന്നാണ് പരാതി. ജോലിക്കോ എന്നെ നേരത്തെ എടുത്ത പണിക്ക് പോകാൻ പറ്റാണ്ട് വന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് അടക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഏകദേശം ഒരു അവരിപ്പോൾ അവർ നോട്ടീസ് ഇട്ടേക്കണ 10 ലക്ഷം അടക്കണമെന്ന് പറഞ്ഞു. ഇടവ് തെറ്റിയപ്പോൾ ഒരു 3 വർഷമായി. ഇടവ് തെറ്റിട്ട് 2 വർഷം കഴിഞ്ഞു. നമ്മുടെ ഈ കാലാവധി 15 വർഷമാണ്. അപ്പം ഞങ്ങൾ ഈ 15 വർഷത്തിനുള്ളിൽ ഞങ്ങൾ അടച്ച് തീർത്തോളാം. അത് നിങ്ങൾ തോന്നിയ പോലെ അടച്ചാൽ പറ്റിയില്ല, ഇത് കറക്റ്റായിട്ട് അടക്കണം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്, ജീവിക്കാൻ. അപ്പോൾ അത് കാരണം ആണ് ഇത്രയും ഇതായത്. അവരൊന്നും അത് കേൾക്കാണ്ട് വന്ന് അവർ പലപ്പോഴുമായിട്ട് ഇങ്ങനെ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും വന്ന് ബുദ്ധിമുട്ടിച്ചു. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓർഡർ ഉണ്ടല്ലോ, ഇങ്ങനെ ചെറിയ വേറെ കുടുംബം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഒഴിപ്പിക്കരുതെന്നുണ്ടല്ലോ. നിങ്ങൾ അതും വിശ്വസിച്ചുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കും വിശ്വസിച്ചാണ് നിങ്ങൾ ഇരിക്കണമെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരു പുറകുവശം പൊളിച്ചപ്പോൾ സാറെ പൊളിക്കല്ലേ ഞങ്ങൾ ആരുമില്ല, ഞങ്ങൾക്ക് നിർധനരാണ്, ഞങ്ങൾ പൊളിക്കല്ലേ നിങ്ങൾ പറഞ്ഞു. പൊളിച്ചവരകത്ത് കയറിയിട്ടു പറഞ്ഞു എന്തായാലും ഞങ്ങളുടെ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഒരുപാട് ഞാൻ തടുത്ത് സാറേ ഞങ്ങൾ അടക്കാമെന്നും പറഞ്ഞു. അതായത് നമ്മൾ 2 ദിവസത്തെ സാവകാശം ചോദിച്ചപ്പം ഇത് എൻ്റെ ഡിസ്ക്രിഷനാണ് എന്നുള്ള ഇതിലാണ്, ഒരു മാനുഷിക പരിഗണന പോലും നൽകിയില്ല. പിന്നെ ആ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നതും, അതായത് നമുക്ക് ജപ്തി നടപടികൾ ഒരു വീടുള്ളവർക്ക് അല്ലെങ്കിൽ 2 സെൻറ്റ് ഭൂമിയിലുള്ളവർക്ക് ജപ്തി നടപടികൾ ഉണ്ടാവില്ല എന്ന്. അപ്പം മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഈ സർഫ്രാക്സി ആക്ടിൻ്റെ പിൻബലത്തിൽ ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിയാണ് ഈ സ്വകാര്യ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനവർ പല കാരണങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഈ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങി, അങ്ങനെ മറ്റു പല ന്യായങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഭരണകൂടത്തിൻ്റെയൊക്കെ സർക്കാരിൻ്റെയൊക്കെ നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ഒരു സംഭവത്തിൻ്റെ ഇത് വാർത്തയായി ന്യൂസ് 8 രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എന്താണ് നിലവിലെ ഒരു അവസ്ഥ? എന്താണ് ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് വായ്പ തിരിച്ചടവ് മുടങ്ങിയതെന്ന് പറയുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഈ കേസിൽ? നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ബാങ്കിൻ്റെ ഭാഗത്തു എന്തെങ്കിലും പ്രതികരണമോ മറുപടിയോ ലഭിച്ചിട്ടുണ്ടോ? ഇവരുടെ ധാരണ പ്രകാരം, അതായത് എഗ്രിമെന്റ് പ്രകാരം 15 വർഷത്തിനുള്ളിൽ ഈ പണം തിരിച്ചടച്ചാൽ മതി എന്നാണ്. പക്ഷെ ഇതിപ്പോൾ 2022 എടുത്ത ലോണാണ്. ഇപ്പോൾ ഇത്ര വർഷമേ ആയിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ബാങ്ക് ഇത്തരത്തിൽ ക്രൂരമായിട്ടൊരു നടപടിയിലേക്ക് പോയതെന്ന് മനസ്സിലാകുന്നില്ല. ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 വാർത്ത പുറത്തു കൊണ്ടുവരുന്നു. ന്യൂസ് 18 സംഘം മാത്രമല്ല, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആലപ്പുഴ MP, മുൻ MP, വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അതിൽ ഒരു മറുപടി നൽകുവാനോ ഇവരുടെ ഫോൺ പോലും എടുക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ബാങ്ക് അധികൃതരുടെ നിലപാട്. എന്താണ് ഇവർക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഇതിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ആ പാവപ്പെട്ട അച്ഛനും അമ്മയും മാത്രമാണ്. നിർധനരായിട്ടുള്ള ഒരു കുടുംബമാണ്. ആ വീട്ടുടമസ്ഥന്റെ ഗൃഹനാഥന്റെ വലതുകാല് ഇടത്തെ കാല് നഷ്ടപ്പെട്ടതാണ് ഒരു വാഹന അപകടത്തിൽ. അതേ തുടർന്നാണ് അദ്ദേഹത്തിന് പിന്നീട് ജോലിക്ക് പോകാനൊന്നും കഴിയാത്ത അവസ്ഥയായത്. അതുവരെ ലോൺ അടച്ചുകൊണ്ടിരുന്നതാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ലോൺ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ആണ് മുടക്ക് വരികയും പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ വെള്ളിയാഴ്ച ബാങ്ക് അധികൃതർ പറയുന്നു നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണെന്ന്. ശനിയാഴ്ച വൈകിട്ടോടുകൂടി ബാങ്കിന്റെ അഭിഭാഷകനും ഒപ്പം ഈ അധികൃതരും എത്തി വീടിന്റെ പുറകുവശത്തെ വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്ന് വീടിന്റെ അകത്തെ സാധനങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയതിനു ശേഷമാണ് വീടിന്റെ മുൻവശത്തെ കൂട്ടി സീല് ചെയ്തിട്ട് പോയത്. ഇവരോട് ഇവിടെ നിന്ന് പോകണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴും ഈ കുസുമം എന്ന ഈ വീട്ടമ്മ ഇവരോട് പറയുന്നുണ്ടായിരുന്നു, മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതല്ലേ ഇങ്ങനെ വീട് ജപ്തി ചെയ്യുന്ന നടപടിയിലേക്ക് പോകരുത്, സാവകാശം നൽകണമെന്നൊക്കെ.
എന്നൊക്കെ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ ക്രൂരത ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് നോക്കി നിങ്ങൾ ഇരുന്നോളൂ എന്ന തരത്തിലുള്ള സംഭാഷണമൊക്കെയായിരുന്നു ഈ DCB ബാങ്കിലെ അധികൃതരിൽ നിന്നും ഉണ്ടായതെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. എന്തായാലും അവർ വലിയ വിഷമത്തിൽ തന്നെയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യം. അതിനിടയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആതിര ഈ സംഭവം അറിഞ്ഞ് അവിടെ എത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഏത് രീതിയിൽ അവരെ സഹായിക്കാം എന്നതിന് വേണ്ടിയിട്ടൊരു നിയമോപദേശമൊക്കെ തേടുന്ന സാഹചര്യമാണ്. എന്നാലും അഭിഭാഷകൻ മുഖേന കോടതിയിലടക്കം ഇത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുവാനും ഈ കുടുംബത്തിന് അനുകൂലമായൊരു നിലപാട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധി സ്വരൂപിക്കാൻ കഴിയുമോ എന്നവർ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയുണ്ട്. അതിനോടകം തന്നെ ഇവർ പണം എങ്ങനെയെങ്കിലും തിരിച്ചടയ്ക്കാൻ കഴിയുമോ, പ്രത്യേകിച്ച് ഈ പലിശയെങ്കിലും അടച്ചു തീർക്കാൻ കഴിയുമോ എന്നും ആ വിധത്തിലുള്ള ഒരു ധനസമാഹരണമൊക്കെ അവരുടെ ഭാഗത്ത് നിന്നും നടക്കുന്നുമുണ്ട്. വെള്ളിയാഴ്ച ഈ ലോൺ ജപ്തിക്ക് ആളുകൾ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞതാണ് 2 ദിവസത്തെ സാവകാശം തരൂ, തിങ്കളാഴ്ചയോടുകൂടി കുറച്ച് പണമെങ്കിലും അടയ്ക്കാമെന്നാണ്. അതിന്റെ സാവകാശത്തിന് പോലും ഈ അധികൃതർ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ കാര്യം. ആ അമ്മയും അച്ഛനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അവർ ഏറെ വിഷമത്തിലാണ്, വലിയ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരത്തിലൊരു മാനുഷിക പരിഗണന എന്ന കാര്യം പോലും കാണിക്കാതെ വെറും ഗുണ്ടകളെ പോലെയാണ് ഈ ബാങ്ക് അധികൃതർ ആ കുടുംബത്തോട് പെരുമാറിയിരിക്കുന്നത് കേട്ടോ. യെസ്, തീർച്ചയായും അത്തരമൊരു ഇടപെടൽ എന്തായാലും രാഷ്ട്രീയ പ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. താൽക്കാലികമായി ഇവർക്ക് ആശ്വസിക്കാം. പക്ഷേ ഇത് ഇത്തരമൊരു നടപടി, അതായത് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പല സ്വകാര്യ ബാങ്കുകളും സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, വീടുകളിൽ നിന്നും ജപ്തി ചെയ്ത് ഇറക്കിവിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ചും എന്തായാലും നമ്മളൊരു വായ്പ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകും. പക്ഷേ മറ്റേതെങ്കിലും ഒരു നിസ്സഹായാവസ്ഥ, ചിലപ്പം രോഗം കാരണം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം, തൊഴിലില്ലായ്മ കാരണമൊക്കെ തിരിച്ചടവ് മുടങ്ങുന്നതായിരിക്കാം. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്ന ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതല്ലേ നവമി? തീർച്ചയായിട്ടും ഈ കുടുംബം പറയുന്നുണ്ട്, അവർ പണം തിരികെ അടയ്ക്കില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവർക്കൊരു സാവകാശം വേണം. പെട്ടെന്ന് ഈ 10 ലക്ഷത്തോളം, ഈ പലിശ കൂടി ചേർത്ത് 10 ലക്ഷത്തോളം രൂപ തിരികെ അടയ്ക്കണം. നിലവിൽ അവരുടെ സാഹചര്യം അത് അനുവദിക്കുന്നില്ല. പകരം ഒരു ധനസമാഹരണം നടത്തി അല്ലെങ്കിൽ പണം എങ്ങനെയെങ്കിലും കടം വാങ്ങി ഇവർ ഉടനെ തന്നെ പകുതി കാശെങ്കിലും തിരികെ അടയ്ക്കാം എന്നവർ പറയുന്നുണ്ട്. പക്ഷെ അതിന് പോലും ബാങ്ക് അധികൃതർ ചെവിക്കൊണ്ടില്ല. അതിന് മുൻപ് തന്നെ അവരെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കുകയും വീട് പൂട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. പഞ്ചായത്ത് ഇടപെട്ട്, പഞ്ചായത്ത് സെക്രട്ടറി അടക്കം, മെമ്പർ അടക്കം ഇടപെട്ടുകൊണ്ട് അവരെ വീണ്ടും ആ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെ MP-യെയും MLA-യും വനിതാ കമ്മീഷനെയും ഒക്കെ വിളിച്ച് വിവരം അറിയിച്ചു. അവരുമൊക്കെ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ കുടുംബത്തിന് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത നടപടികളിലേക്ക് കടക്കാം. പക്ഷെ അതിനു മുൻപ് ഒരു സാവകാശം ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് നൽകണമെന്നാണ്. അതിന് പോലും ബാങ്ക് തയ്യാറായിട്ടില്ല. അവർ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാത്തൊരു രീതിയിലാണ് ഈ ആതിര എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനോട് തന്നെ വളരെ മോശമായിട്ടാണ് ഇതിന്റെ അഭിഭാഷകൻ സംസാരിച്ചത്. ഇത് പണം അടയ്ക്കാതെ ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോഴും ഈ പാവപ്പെട്ട ഈ വയോധികർ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. പോകാൻ മറ്റ് വീടുകളില്ല. ഒരുപാട് സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന് അപകടം പറ്റുകയും ഇടത്തേക്കാല് മുറിച്ചു കളയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇനി എന്തെന്നറിയാതെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ആ കുടുംബം. പക്ഷെ അവരെ സഹായിക്കാൻ ഒരു വിഭാഗം ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ബാങ്ക് കടുത്ത നടപടികളുമായി അല്ലെങ്കിൽ കടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ് കേട്ടോ. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം.